ഹായ് ഓൾ. നാളെയാണ് ഓഗസ്റ്റ് 5. നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി എക്സാമിനേഷനുകൾ, പ്രത്യേകിച്ചും ടെക്നിക്കൽ മേഖലയിൽ ഇലക്ട്രിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട 2 എക്സാമുകൾക്ക് ഡെഡ് ഡേറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതിയാണ്. അപ്പോൾ ഈ 2 പോസ്റ്റുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഇവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. അധ്യാപന സമാനമായിട്ട് കുട്ടികളെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ചെയ്യുന്ന റോളാണ്. നല്ല സാലറി ഉള്ളൊരു പോസ്റ്റാണ്. മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. പോസ്റ്റാണ്. ഇത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക്, ആ സ്ഥാപനത്തിലേക്കാണ് നിയമനം വരുന്നത്. ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസി കുറവാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു എയുടെ എക്സാമിനേഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ഇനി വരാൻ പോകുന്ന നിരവധി എക്സാമിനേഷന്റെ പഠനത്തിന്റെ തുടക്കമായിട്ട് എടുത്ത് വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ നമ്മൾ കൺസിഡർ ചെയ്യുവാൻ. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഓരോ 2 എക്സാമിനേഷന്റെയും ഒരു ബ്രീഫ് ഡീറ്റെയിൽസ് കൂടി നോക്കാം. അതിൽ ആദ്യമായിട്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇത് ഡിപ്ലോമ ലെവൽ എക്സാമിനേഷൻ ആണ്. അതായത് 10ാം ക്ലാസ് പാസ്സായ ശേഷമുള്ള 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ബിടെക്, എംടെക് യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 41,300 തുടങ്ങി 87,000 അവസാനിക്കുന്ന ഉയർന്ന സാലറി ഉള്ള ഒരു പോസ്റ്റാണ്. ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായപരിധി എന്നുള്ളതാണ്. ഇനി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒന്നുകൂടി പറഞ്ഞേക്കാം. ഈ വരുന്ന ഓഗസ്റ്റ് 5, 2026, അതായത് നാളെയാണ് ഈ ഒരു എക്സാമിനേഷൻ അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വരുന്നത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ്. ഇതിന്റെ അവസാന തീയതി ഈ പറഞ്ഞ 5-ാം തീയതി തന്നെയാണ്. ഇനി ഇതിന്റെ എക്സാം ലെവൽ ബിടെക് ലെവൽ എക്സാമിനേഷൻ ആണ്. എലിജിബിലിറ്റി ബിടെക്, എംടെക്കും തന്നെയാണ്. അല്ലെങ്കിൽ ബിടെക് ആണ് അടിസ്ഥാന യോഗ്യത, എംടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി സ്കെയിൽ ഓഫ് പേ ആണ്. അത് 51,400 തുടങ്ങി 1,10,000 അവസാനിക്കുന്ന നല്ല സാലറി ഉള്ളൊരു പാക്കേജാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 46 വയസ്സ് വരെയാണ്. ഇവിടെയും ഏജ് ലിമിറ്റ് 36 അല്ല, 40 വയസ്സ് വരെയാണ്. മുമ്പേ പറഞ്ഞപ്പോൾ 36 എന്നാണ് പറഞ്ഞത്. നിലവിലെ പ്രായപരിധി ഇവിടെയും 40 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിന് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ ബിടെക് ഹോൾഡേഴ്സിന് കഴിയും, എംടെക് ഹോൾഡേഴ്സിന് കഴിയും. ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് യോഗ്യതയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ പോസ്റ്റ് ആണ്. പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ബിടെക് ആണ് അടിസ്ഥാന യോഗ്യത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബിടെക്, എംടെക് ഹോൾഡേഴ്സിന് മാത്രമേ ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ പറയുന്ന ഡിപ്ലോമ ഹോൾഡേഴ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പഠനം തുടങ്ങേണ്ടുന്ന റൈറ്റ് ടൈമാണ്. ഇലക്ട്രിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്ലോമ തലത്തിലും അതുപോലെ തന്നെ ബിടെക് തലത്തിലുമുള്ള നിരവധി എക്സാമിനേഷനുകളാണ് ഇനി ഓരോന്നായിട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനുള്ള തുടക്കം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ പഠനത്തിലൂടെ തന്നെ നിരവധി എക്സാമിനേഷൻ ഒരുമിച്ച് തയ്യാറെടുക്കാനും അങ്ങനെ നിരവധി റാങ്ക് ലിസ്റ്റുകളിലെത്തി ഒരു സേഫ് ലാൻഡിങ്ങിന് നമുക്ക് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെയും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് യുടെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. 2 കോഴ്സും നമുക്ക് ഓൺലൈനായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ ഏറെയും ലൈവ് ക്ലാസ്സുകളാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നത്. നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സിലബസ് പൂർണ്ണമായിട്ടും തീർത്ത് മുൻവർഷ ചോദ്യപേപ്പറുകളും വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പറുകളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് നമ്മുടെ ഓരോ ബാച്ചുകളും കടന്നു പോകുന്നത്. നിങ്ങൾക്ക് സർക്കാർ ജോലി, അതും ടെക്നിക്കൽ മേഖലയിൽ ലക്ഷ്യം വെക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അറിയുന്നതിനും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.